എൻ്റെ പേര് നിതിൻ. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നതാണ്. മകൾക്ക് ഷോർട്ട് സൈറ്റ് സംബന്ധമായിട്ട് ഇവിടെ വന്നതാണ്. അപ്പോൾ നമ്മൾ അലോപ്പതിയിൽ കാണിച്ചപ്പോൾ ആദ്യം ഷോർട്ട് സൈറ്റ് ആണ് എന്ന് പറഞ്ഞ് ആദ്യം -0.25 തുടങ്ങി 0.5 -0.5 അങ്ങനെ ആയിട്ട് വന്നതാണ്. പിന്നെ 6 മന്ത് കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തപ്പോൾ വീണ്ടും പവർ കണ്ണിൻ്റെ മീൻസ് ലെൻസിൻ്റെ പവർ കൂടുന്നതായിട്ട് കണ്ടു. അപ്പോൾ അത് അസ്റ്റിഗ്മാറ്റിസം എന്ന രീതിയിൽ പറഞ്ഞിട്ട് അവർ പറഞ്ഞു. അപ്പോൾ അത് എനിക്ക് ക്യൂറൊന്നുമില്ല, അതിങ്ങനെ പവർ കൂടിക്കൊണ്ടിരിക്കും, ചിലപ്പോൾ 5 ഇയർ 10 ഇയർ ചിലപ്പോൾ 15 ഇയറിലൊക്കെ സ്റ്റേബിൾ ആവും എന്നുള്ള രീതിയിലാണ് നമുക്ക് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത്. പിന്നെ എൻ്റെ ഫ്രണ്ട് ത്രൂ ആണ് ഡോക്ടറെ കുറിച്ച് അറിയുന്നതും പുള്ളിയുടെ മകളെ അവിടെ ട്രീറ്റ് ചെയ്തിട്ട് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞത്. നമ്മൾ എന്തായാലും ഇവിടെ അപ്പോയിൻമെൻ്റ് എടുത്ത് നമ്മളിവിടെ വന്നു. മോൾക്ക് വരുമ്പോൾ ലാസ്റ്റ് 2 ലൈൻ കാണുന്നുണ്ടായില്ല വായിക്കാൻ നേരത്ത്. ഇപ്പോൾ അത് നമ്മളൊരു 9 ഡേയ്സ് ട്രീറ്റ്മെൻറ്റിൽ തന്നെ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. ലാസ്റ്റ് 2 ലൈൻ വായിക്കുന്നുണ്ട്. ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ പെട്ടെന്ന് എനിക്ക് ക്യൂറാൻ തോന്നി. ഗ്ലാസ് വെക്കണ്ട എന്നുള്ള രീതിയിലാണ് ഡോക്ടർ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വലിയ സന്തോഷം. നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ട് നമ്മൾ അറിയത്തില്ലായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അത് ഭയങ്കര ബെനിഫിറ്റായി മാറുന്നുണ്ട് ഡോക്ടറെ സർവീസ്. ഓക്കെ. പിന്നെ നമ്മളിവിടെ സ്റ്റേ ആയിരുന്നു. നമ്മൾ ദൂരത്ത് നിന്ന് വരുന്നതുകൊണ്ട് നമുക്ക് എന്നും വന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റാത്ത സ്ഥലമായതുകൊണ്ട് നമ്മളിവിടെ സ്റ്റേ ആയിരുന്നു. ഇവിടെ വളരെ നല്ല അറ്റ്മോസ്ഫിയറാണ്, നല്ല റൂംസ് അവൈലബിൾ ആണ്. പിന്നെ ഫുഡും എസ്പെഷ്യലി നല്ലതാണ്. പിന്നെ കുട്ടികൾ എൻജോയ് ചെയ്യുന്നുണ്ട്. നല്ല നല്ല ക്ലൈമറ്റും കാര്യങ്ങളും ഇതൊക്കെയാണ്. ഹാപ്പിയാണ് പൊതുവെ ഇവിടെ എല്ലാവരും. ട്രീറ്റ്മെൻറ്റ് വൈസ് ആയാലും നല്ല സർവീസാണ്. ഇപ്പോൾ സ്റ്റാഫ് ആയാലും നല്ല നല്ല പെരുമാറ്റമാണ്. എന്തുകൊണ്ടും നല്ലതാണ്, റെക്കമെൻഡബിൾ ആണ് എല്ലാവരും. My eyes, I am also having a short sight I'm actually wearing glasses from the 8th standard. ആൻഡ് ഞാൻ ഇവിടെ വന്ന് ചെക്ക് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു എൻ്റെയും ക്യൂറബിൾ ആണ്, മീൻസ് ഗ്ലാസ് ഇല്ലാതെ നമുക്ക് മാറ്റാൻ പറ്റും. അപ്പം ഞാനിപ്പോൾ ഇനി ആക്ച്വലി വർക്കിംഗ് ആയതുകൊണ്ട് കമ്പനിയിൽ ലീവ് എടുത്ത് വന്നൊരു 10 ഡേയ്സ് ഇവിടെ ട്രീറ്റ് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തിട്ടിരിക്കുകയാണ്.